മാറേണ്ടവരല്ല നമ്മളെന്ന ബോധം നമ്മൾക്കുണ്ടാവണം. നമ്മൾ അവരുടെ അടിമകളല്ല. നമ്മൾക്ക് അള്ളാഹു എന്ന ഒരു സിസ്റ്റം, ഒരു ദീനുണ്ട്, ഒരു മതമുണ്ട്. നമ്മുടെ നിയന്ത്രണം അള്ളാഹുവിന്റെ കൈകളിലാണ്. ഈ മൈക്രോഫോൺ ഇത് ആരാണ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയേണ്ടത്? ഇത് ഉണ്ടാക്കിയവനാ പറയേണ്ടത്. ഇത് എങ്ങനെ ഉപയോഗിക്കണം, ഇതിന് എത്ര വാട്ട്സ് വേണം, ഇതിന്റെ ആംപ്ലിഫയർ എന്താവണം, ഇതിനേത് വയർ ഉപയോഗിക്കണം, ആരാ പറയേണ്ടത്? ഇത് ഉണ്ടാക്കിയവനാണ്. അതേപോലെ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് പറയേണ്ടത് അത് ഉണ്ടാക്കിയ അള്ളാഹുവാണ്, സൃഷ്ടാവായ അള്ളാഹുവാണ്. ഏതൊരു പ്രൊഡക്റ്റിനെ കുറിച്ചും പറയേണ്ടത് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയവനാണ് പറയേണ്ടത്. എന്നാൽ മനുഷ്യൻ എന്ന പ്രൊഡക്റ്റ് ആരാ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണിത്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണിത്. അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യന് ഗർഭപാത്രത്തിലുള്ള കുഞ്ഞ് ആണാണെങ്കിൽ പെണ്ണാക്കാനുള്ള കഴിവ് മനുഷ്യനില്ല, പെണ്ണാണെങ്കിൽ ആണാക്കാനുള്ള കഴിവ് മനുഷ്യനില്ല. പ്രിയപ്പെട്ടവരെ, ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ് എന്ന ബോധം നമ്മൾക്കുണ്ടാവണം. അപ്പൊ അള്ളാഹ് പറയും ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന്. നമ്മൾ അതുപോലെ ജീവിക്കേണ്ടവരാണ്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറാ. ഒരു സത്യവിശ്വാസിയായ ആണിനോ ഒരു സത്യവിശ്വാസിയായ പെണ്ണിനോ പാടില്ല. ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ അയ്യകൂന ലഹുമുൽ ഖിയറ, സ്വന്തമായിട്ടൊരു തീരുമാനം ഉണ്ടാവാൻ പാടില്ല. തീരുമാനം അല്ലാഹുവിന്റേതാണ്. അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അവിടെ ലോജിക്ക് വെച്ച് ചിന്തിക്കാൻ പാടില്ല, അവിടെ യുക്തി വെച്ച് ചിന്തിക്കാൻ പാടില്ല. സമിഅനാ വഅതഅനാ, സമിഅനാ വഅതഅനാ. കിതാബുകളിൽ പറയപ്പെട്ട വിഷയങ്ങൾ വേണമെങ്കിൽ നമ്മുടെ യുക്തി വെച്ച് നമ്മൾക്ക് ചിന്തിക്കുകയോ ആലോചിക്കുകയോ ചെയ്യാം. എന്നാൽ അല്ലാഹുവോ അവന്റെ റസൂലോ ഒരു കാര്യം പറഞ്ഞാൽ അവിടെ ലോജിക്കിന് പ്രസക്തിയില്ല, അവിടെ യുക്തിക്ക് പ്രസക്തിയില്ല. സമിഅനാ വഅതഅനാ, ഞങ്ങൾ അനുസരിച്ചു നബിയേ, ഞങ്ങൾ കേട്ടു നബിയെ, ഞങ്ങൾ അനുസരിച്ചു നബിയെ. എതിരഭിപ്രായം ഞങ്ങൾക്കില്ല എന്ന രീതിയിൽ എന്ത് പറഞ്ഞാലും അത് അനുസരിക്കേണ്ട ബാധ്യത വിശ്വാസികളായ നമ്മൾക്കുണ്ട്. അത് അടിമത്വമാണെങ്കിൽ അത് അടിമത്വം തന്നെയാണ്. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മള്, അള്ളാഹുവിന്റെ അടിമകളാണ്. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കുന്നത് അടിമത്വമാണെങ്കിൽ ആ അടിമത്വത്തെ ആഘോഷത്തോടെ അഭിമാനത്തോടെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. അത് നാണക്കേടല്ല. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പദം അബ്ദുക എന്ന പദമാണ്. നബി തങ്ങൾക്ക് സ്വലാത്തുകളിൽ ഇഷ്ടപ്പെട്ട പദം അബ്ദുക എന്നുള്ള പദമാണ്.